നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റെയിൽവേ ചരിത്രത്തിൽ ആദ്യം ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് ട്രെയിനിൽ വിനോദയാത്ര. 9 രാത്രിയും 10 പകലും ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ആദ്യമായി അതിർത്തി കടന്നുള്ള സർവീസിനൊരുങ്ങുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും നേപ്പാളിലേക്കുള്ള ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ജൂൺ 12-ന് പുറപ്പെടും. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഈ തീർത്ഥാടന വിനോദയാത്രയ്ക്ക് പശുപതിനാഥ് നേപ്പാൾ ദർശൻ യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് സർവീസ് നടത്തുന്ന ആദ്യ ഭാരത് ഗൗരവ് ട്രെയിനാണിത്. ഫോണും പാസ്പോർട്ടും വാങ്ങിവെച്ചു, ബോധരഹിതയാക്കി കൂട്ടബലാത്സംഗം ചെയ്തു, നഗ്നചിത്രം വീട്ടിലേക്ക് അയച്ചു. ദുബായ് കേന്ദ്രമാക്കി പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിന് കൊണ്ടുപോയതിന് പിടിയിലായവർ രാജ്യാന്തര മാഫിയ സംഘത്തിന്റെ ഭാഗമെന്ന് പോലീസ്. തിരുവനന്തപുരം സ്വദേശിയും കൊച്ചിയിൽ മോഡലുമായ അലീന എബ്രഹാം ഉൾപ്പെടെ അറസ്റ്റിലായ 3 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശി സ്റ്റോയ്സി എന്ന സിന്ധുവാണ് കേസിലെ 1-ാം പ്രതി. അലീന 3-ാം പ്രതിയും പൊന്നാനി സ്വദേശി മഞ്ജുമ 4-ാം പ്രതിയുമാണ്. മലയാളികളായ 2 സ്ത്രീകളാണ് 2 മഞ്ജു പ്രതികൾ. മോദിയെ പാമ്പാട്ടിയെ ചിത്രീകരിച്ച് നോർവേ പത്രം. വംശീയതാക്ഷേപം എന്ന് വിമർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിച്ച് നോർവേയിലെ പ്രമുഖ പത്രമായ അഫ്റ്റൻ പോസ്റ്റൻ. കാർട്ടൂണിലാണ് അധിക്ഷേപം. വംശീയതാക്ഷേപമാണിതെന്ന് വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ഉയരുന്നത്. ബുദ്ധിമാനാണ് എന്നാൽ അലോസരപ്പെടുത്തുന്ന മനുഷ്യനെന്ന് തലക്കെട്ടോടെയാണ് കാർട്ടൂൺ ചിത്രീകരിച്ചിരിക്കുന്നത്. നോർവേ സന്ദർശനത്തിനിടെ നോർവീജിയൻ മാധ്യമപ്രവർത്തകയുടെ ചോദ്യം മോദി അവഗണിച്ചതിന് ആക്ഷേപണമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത്. നോർവേ പ്രധാനമന്ത്രിക്കൊപ്പം സംയുക്ത പ്രസ്ഥാനയ്ക്ക് മോദി എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകയായ ഹെല്ല ലിങ് ചോദ്യം ചോദിച്ചത്. ട്രെയിനിനുള്ളിൽ യുവതിയുടെ തല കുത്തി നിറച്ച നിലയിൽ, കൈകാലുകൾ പോളിത്തീൻ ബാഗിൽ. നിർത്തിയിട്ട ട്രെയിനിന്റെ സ്ലീപ്പർ കോച്ചിൽ യുവതിയുടെ തല പെട്ടിക്കുള്ളിൽ കുത്തി നിറച്ച നിലയിൽ കണ്ടെത്തി. ലക്നൌവിലെ ഗോമതി നഗർ സ്റ്റേഷനിൽ നിർത്തിയിട്ടെന്ന ട്രെയിനിലാണ് സംഭവം. കൈകളും കാലുകളും പൊളിത്തീൻ കവറുകളിലാക്കിയ വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തി. ട്രെയിൻ വൃത്തിയാക്കാൻ കയറിയ ശുചീകരണ തൊഴിലാളികളാണ് ചോരപ്പാടുകളുള്ള പെട്ടി സീറ്റിനടിയിൽ കണ്ടെത്തിയത്. തുടർന്ന് തൊഴിലാളികൾ റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു. പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് ഒരു യുവതിയുടെ തല കണ്ടെത്തിയത്. പിന്നാലെ കൈകാലുകളും വെട്ടിമുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആ പയ്യനോട് ഒരു വാത്സല്യം തോന്നി, വൈറൽ റിയാക്ഷൻ വന്ന വഴി പറഞ്ഞ് പൂക്കി CM. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ റിയാക്ഷൻ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരിക്കുകയാണ്. മന്ത്രികളും വകുപ്പുകളും തർക്കങ്ങളും തമ്മിലെ ചോദ്യങ്ങൾക്കിടെയാണ് വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാകുമോ എന്ന ചോദ്യം വന്നത്. ഇതിന് അനുകൂലമായി VD സതീശൻ നൽകിയ മറുപടിയാണ് വൈറലായത്. പിന്നാലെ VD സതീശൻ സോഷ്യൽ മീഡിയ ഒരു പേരും നൽകി, പൂക്കി CM. റിയാക്ഷൻ വൈറലായതോടെ മുഖ്യമന്ത്രി വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ്. ചോദ്യം ചോദിച്ച പയ്യനോട് വാത്സല്യപൂർവ്വം കൊടുത്ത മറുപടിയായിരുന്നു അതെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.